കോക്രോച്ച് ജനതാ പാർട്ടി CJP ഡൽഹിയിൽ നടത്തിവരുന്ന സമരങ്ങൾക്ക് ഒരു പുതിയ മുഖം കൈവന്നിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ആ സമരത്തെ അടിച്ചമർത്താനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഡൽഹി പോലീസിനെ ഉപയോഗിച്ചു എന്നുള്ളൊരു സത്യം മാത്രമാണ്. ജന്തർ മന്ദറിൽ സമാധാനപരമായിട്ട് ഇവർ അവിടെ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ആ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നതിന് പകരം പോലീസ് ചെയ്ത പണി എന്ന് പറയുന്നത് സോനം വാങ്ചുക്ക് നിരാഹാരം കിടക്കുന്ന ആളിനെ അദ്ദേഹത്തിനെ അവിടുന്ന് ബലമായിട്ട് അറസ്റ്റ് ചെയ്ത് ആശുപത്രി കൊണ്ടുപോവുക എന്നുള്ള പരിപാടിയാണ് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ടൊരു വീട്ടു തടങ്കലിൽ പോലെ ആശുപത്രി തടങ്കലിലാണ് സോനം വാങ്ചുക്ക് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സോനം വാങ്ചുക്ക് പോയി കഴിഞ്ഞപ്പോൾ അഭിജിത് ദീപ് കെ ഈ സമരം തുടർന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഇന്നലെ പാർലമെൻറ്റ് മാർച്ച് ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ഡൽഹി പോലീസിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എല്ലാ അഭ്യൂഹങ്ങളെയും തകർത്തുകൊണ്ട് 10,000-ങ്ങളാണ് അവിടെ ഒഴുകിയെത്തി. അത് അവസാനം പാർലമെൻറ്റിൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു 100 മീറ്റർ അടുത്ത് വരെ ഇവർ ബാരിക്കേഡൊക്കെ വെച്ചിരുന്നതെല്ലാം തകർത്തുകൊണ്ട് അവിടെ ചെന്നു. അങ്ങനെ പാർലമെൻറ്റിൻ്റെ എല്ലാ ഗേറ്റുകളും അടച്ചിടേണ്ട ഗതികേട് വന്നു. വലിയ ഈ വിദ്യാർത്ഥിനികളാണ് ആളുകളാണ്, ചെറുപ്പക്കാരെയാണ്. അവരെ പോലീസ് ക്രൂരമായിട്ട് തല്ലിച്ചതച്ചു റോഡിലിട്ട്. അത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും കാണിച്ചതാണ്. ഒരു പെൺകുട്ടിയുടെ തലയ്ക്ക് വളരെ ഗുരുതരമായ പരിക്ക് പറ്റി, അതിൻ്റെ തലച്ചോറിൽ വലിയ ക്ഷതം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആ രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്. ഇതുപോലെ ഈ പിള്ളേരെ തെരുവിലിട്ട് അടിപ്പിക്കാനായിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ഡൽഹി പോലീസിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഇവരുടെ ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ന്യായമാണ്. അതായത് നീറ്റ് പരീക്ഷ എന്നൊക്കെ പറഞ്ഞുള്ള തോന്നിവാസങ്ങൾ നടത്തി ആദ്യം മുഴുവൻ അയാളുടെ സ്വന്തക്കാരെയും ഇഷ്ടക്കാരെയും ഒക്കെ തിരികെ കയറ്റി കോൺട്രാക്റ്റും ഒക്കെ കൊടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ വലിയ ഒരു ഓൺമാൻ ഷോ നടത്തി. അതിൻ്റെ ഫലമായിട്ട് അവസാനം 20-ൽ പരം കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത് ആ പരീക്ഷ. കാരണം അവരെ ടെൻഷൻ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ആ കുട്ടികൾ. അവസാനം അത് താങ്ങാൻ പറ്റാതെ ആ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്താണ്. 20ഓളം പേര്, 20-ൽ പരം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ ഇന്നലെ എത്രയോ കുട്ടികൾക്ക് ഇന്നലെ അടി കൊണ്ട് അവർ ചോരക്കളമായി അവിടെ. ആ രീതിയിലാണ് വളരെ വലുതായിട്ട് അവർ ഉപദ്രവിച്ചു ഈ കുട്ടികളെല്ലാം. അപ്പോൾ എന്നിട്ട് അവർ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ജന്തർ മന്ദറിൽ നടത്തിക്കൊണ്ടിരുന്ന സമരം നടത്തിയിരുന്ന പന്തലുണ്ടല്ലോ, അതെല്ലാം ബലമായിട്ട് പൊളിച്ചു കളഞ്ഞു പോലീസ്. അവിടെ കയ്യേറി പോലീസ് അത് ബലമായിട്ടെല്ലാം പൊളിച്ചു. ഈ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് തിരിച്ചു പോരെന്നാണ്. എന്നിട്ട് അവിടെ പോലീസ് അങ്ങ് കൈയടക്കി ആ ഭാഗം. പക്ഷേ ഇന്നലെ രാത്രി 9:30 മണിക്കുണ്ടല്ലോ ഇവർ ഈ അഭിജിത് ദീപ് കെയുടെ നേതൃത്വത്തിൽ മറ്റ് നേതാക്കൾ, അതായത് CJP നേതാക്കളായിട്ടുള്ള സൗരവ് ദാസ്, അശുതോഷ് രംഗ തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ വീണ്ടും ഇവർ ജന്തർ മന്ദറിൽ തന്നെ ചെന്നു. അവരവിടെ പന്തൽ പുനർനിർമ്മിച്ചു. വീണ്ടും അവർ ആ രീതിയിലാണ് അവർ ചെയ്തത്. അവർക്ക് ഇന്നലെ അത് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് അവിടെ ഇരുട്ടായിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ആ പണിയൊക്കെ അങ്ങ് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് അവസാനം എന്താണെന്നറിയോ, JP നഡ്ഡ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു വീണ്ടും, കേന്ദ്രമന്ത്രി. അപ്പോൾ നഡ്ഡയുടെ ചർച്ചയുണ്ടല്ലോ, വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഒരു തവണ ചർച്ച നടത്തി, എന്നിട്ട് ചർച്ചയും കഴിഞ്ഞതിന് ശേഷം ആലോചിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ മെനക്കെടുത്തി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയുള്ള ചർച്ചയ്ക്കില്ല. അയാൾക്ക് വല്ലതും ചർച്ച നടത്താനുണ്ടെന്നുണ്ടെങ്കിൽ ജന്തർ മന്ദറിൽ ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് അവിടെ വെച്ച് ചർച്ച നടത്തട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ രീതിയാണ്. അതുകൊണ്ട് ഈ സമരം പെട്ടെന്നൊന്നും കീഴടങ്ങും എന്നാരും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ, അത് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെ ഇതിന് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യം കോൺഗ്രസ് അനങ്ങിയില്ലെങ്കിൽ പോലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനമാണ് വന്നത്. കോൺഗ്രസും ഇതിനകത്ത് ശക്തിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അപലപിക്കുകയാണ്. ഇവർക്ക് ഒരാവശ്യം ഉള്ളായിരുന്നു. ആവശ്യം എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള ആവശ്യം അവരുടേത്, ഈ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അയാൾ രാജിവെക്കണം, അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അത് ന്യായമായ ആവശ്യമാണ്, ഒരു സംശയവും വേണ്ട. കാരണം ഇത്രയും വഷളാക്കി ഈ രീതിയിൽ വിദ്യാഭ്യാസ രംഗം ഇതുപോലെ നാശപ്പെടുത്തിയതിന് അയാൾ ഉത്തരവാദിയാണ്. അയാൾ അതിന് കൊള്ളത്തില്ല അവിടെ ഇരിക്കാൻ.
അതുകൊണ്ട് അവരെ മാറ്റണമെന്ന് ഈ പിള്ളേർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. അയാളെ അവിടുന്ന് പൊക്കിയെടുത്ത് കളയണം. പക്ഷേ അതിന് തയ്യാറായില്ല. അതിന് തയ്യാറാവാതിരുന്നിട്ട് അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചേക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ CJP കോൺഗ്രസ് കോക്രോച്ച് ജനതാ പാർട്ടി അവർ 2 ആവശ്യങ്ങളോടെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇതോടൊപ്പം. ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. രണ്ടാമത് ഉള്ളത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഇതിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുണ്ടല്ലോ, അതായത് ഈ മരണപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങൾ ഈ പരീക്ഷയുടെ ഈ പ്രശ്നം കൊണ്ട് ടെൻഷൻ താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് അവരുടെ വീട്ടിലെ ഓരോരുത്തർക്കും അവർക്ക് ഓരോ കോടി രൂപ കൊടുക്കണം നഷ്ടപരിഹാരം. അതാണ് ഒരാവശ്യം. അപ്പോൾ ഈ രീതിയിലുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ മുമ്പോട്ട് വച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ രീതിയിലുള്ള ആവശ്യം അതായത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആവശ്യം, 3 ആവശ്യങ്ങളാണ്. ഒന്നാമത്തെ ആവശ്യം ഞാൻ പറഞ്ഞു, ഇതേപോലെ ഈ ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കണം, അയാളെ മന്ത്രിസഭയിൽ നിന്ന് ഇറക്കി വിടണം, അയാളെ രാജിവെക്കണം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത്, സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോയല്ലോ, സോനം വാങ്ചുക്കിനെ നിരുപാധികം വിട്ടയക്കണം. അതാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. സോനം വാങ്ചുക്കിനെ ജന്തർ മന്ദറിൻ്റെ പന്തറിലേക്ക് തിരിച്ചയക്കണം. മൂന്നാമത്തെ ആവശ്യം, ഇതുപോലെ ഓരോ കുഞ്ഞുങ്ങൾ 20-ൽ പരം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇത് താങ്ങാൻ വയ്യാതെ. ആ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരുടെ വീട്ടിൽ ഓരോരുത്തർക്കുമായിട്ട് ഈ ഓരോ കുട്ടിക്കും 1 കോടി രൂപ വീതം കൊടുക്കണം നഷ്ടപരിഹാരം. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് അവർ ഈ ആവശ്യമൊക്കെ നിറവേറ്റുന്നത് വരെ ഇനി ഈ സമരത്തിൽ നിന്ന് മാറുന്നില്ല എന്നുള്ളതാണ്. ഈ അഭിജിത്ത് ദീപ് കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച്, അതായത് ഞാൻ കുറേ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു, മുൻകരുതൽ കുറേ കൂടെ എടുക്കണമായിരുന്നു. കാരണം ഇത്രയും കുട്ടികളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതാണ്. ഈ ലാത്തി ചാർജും ഒക്കെ നടത്തി ഒരുപാട് പെൺകുട്ടികൾക്ക് പോലും അടി ഏറ്റിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ മാപ്പി ഒതുക്കുകയാണ് പറഞ്ഞുകൊണ്ട് കാര്യം. പക്ഷേ ഞാൻ കുറേ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ഞാൻ കുറേ കൂടെ മുൻകരുതലെടുക്കണമായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പുരുഷ പോലീസാണ് ഈ പെൺകുട്ടികളെയൊക്കെ തല്ലി ചതച്ചത്. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഭൂഷണമായൊരു കാര്യമല്ല ഈ ചെയ്തേക്കുന്നത്. വളരെ വലിയ തെറ്റാണ്. ഈ സമരങ്ങളെ അടിച്ചമർത്തുക എന്ന് പറയുന്നതല്ല വേണ്ടത്. ഈ JP നഡ്ഡയായിട്ട് ചർച്ചയ്ക്ക് പോയത് CJPയുടെ നേതാക്കളായ സൗരവ് ദാസും അശുതോഷ് രംഗ എന്നിവരുമാണ്. ഈ ചർച്ച നടത്തിയപ്പോൾ എന്താണെന്നറിയോ, സമരം അവസാനിപ്പിക്കണമെന്നാണ് അയാളുടെ ആവശ്യം. മന്ത്രിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ അവർ പിന്മാറത്തില്ലെന്ന് ഇവർ പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ചർച്ച മുടങ്ങിപ്പോയത്. ഇനി ഇതുപോലുള്ള ഒരു പ്രഹസനത്തിന് ഞങ്ങളില്ല. ചർച്ച നടത്തണമെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്നിടത്തോട്ട് വന്ന് ചർച്ച നടത്താം. അതിന് വല്ല നീക്കുപോക്കും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ തീർക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള ശക്തമായ പ്രസ്താവനയാണ് CJP നടത്തുന്നത്. അതൊരു ചെറിയ മീനല്ല. CJP ആലോചിക്കണം.